26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. 10 കോടി രൂപ ഒന്നാം സമ്മാനമായി വിപണിയിലെത്തുന്ന മൺസൂൺ ബമ്പർ നറുക്കെടുക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. ജൂലൈ 18-നാണ് ഈ വർഷത്തെ മൺസൂൺ ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് നടക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഗോർഖി ഭവനിൽ വെച്ചാകും നറുക്കെടുപ്പ്. മൺസൂൺ ബമ്പർ ലോട്ടറി നറുക്കെടുക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ജൂലൈ 18-നാണ് ഈ വർഷത്തെ മൺസൂൺ ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ്. ഉച്ചയ്ക്ക് 2 മണിക്ക് ഗോർഖി ഭവനിൽ വെച്ചാകും ആ ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കുന്നത്. ഇനി കുറച്ചു ദിവസങ്ങൾ മാത്രമാണ് നറുക്കെടുക്കാൻ ബാക്കിയുള്ളതുകൊണ്ട് ടിക്കറ്റ് വിൽപ്പനയും തകൃതിയായി നടക്കുകയാണ്. പല സ്ഥലങ്ങളിലും മത്സരിച്ചാണ് ആളുകൾ ടിക്കറ്റ് വാങ്ങുന്നതെന്ന് ഏജന്റുമാർ പറയുന്നു. എന്തിന്, മിക്കയിടങ്ങളിലും കേരളത്തിൽ നിന്ന് പുറത്തുള്ളവർ പോലും കേരളത്തിലേക്ക് വന്ന് ടിക്കറ്റ് എടുക്കുന്ന കാഴ്ച ഇപ്പോൾ എല്ലായിടത്തുണ്ടെന്നും ലോട്ടറി ഏജന്റുമാർ പറയുന്നു. ആയതിനാൽ മൺസൂൺ ബമ്പർ കേരളത്തിന് പുറത്തേക്ക് പോകുമോ എന്ന ആകാംക്ഷയാണ് നിലവിലുള്ളത്. ഇത് കുറച്ചു കാലമായി ഇത്തരത്തിൽ ബമ്പർ ലോട്ടറികളുടെ ഫലം അല്ലെങ്കിൽ ഭാഗ്യശാലി കേരളത്തിന് പുറത്താകുന്നത് സ്ഥിര സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മെയ് 25-നായിരുന്നു ടിക്കറ്റിന്റെ വിൽപ്പന തുടങ്ങിയത്. BR 110 നമ്പർ മൺസൂൺ ബമ്പർ ഭാഗ്യക്കുറിക്ക് MA, MB, MC, MD, ME എന്നിങ്ങനെ 5 പരമ്പരകളിലായി ടിക്കറ്റുകൾ ലഭ്യമാകും. ഒന്നാം സമ്മാനമായി 10 കോടി രൂപയാണ് ഭാഗ്യശാലിക്ക് ലഭിക്കുക. ഒന്നാം സമ്മാനാർഹമായ അതേ നമ്പറിലെ മറ്റ് 4 പരമ്പരകൾക്കായി 1 ലക്ഷം രൂപയുടെ 4 സമാശ്വാസ സമ്മാനങ്ങളുമുണ്ട്. രണ്ടാം സമ്മാനമാകട്ടെ 10 ലക്ഷം രൂപ വീതമാണ്. ഇത് 5 പരമ്പരകളിലായി 5 പേർക്ക് ലഭിക്കും. മൂന്നാം സമ്മാനം 5 ലക്ഷം രൂപ വീതം 5 പരമ്പരകളിലായി 5 പേർക്കും. നാലാം സമ്മാനം 3 ലക്ഷം രൂപ വീതം 5 പരമ്പരകളിലായി 5 പേർക്കും ലഭിക്കും. 5000 രൂപയാണ് ലോട്ടറിയുടെ 5ാം സമ്മാനം. 6ാം സമ്മാനമാകട്ടെ 1000 രൂപയാണ്. 7ാം സമ്മാനം 500 രൂപയും 8ാം സമ്മാനം 250 രൂപയുമാണ്. ഇതിനു പുറമെ 1 കോടി രൂപ സമാശ്വാസ സമ്മാനമായും ലഭിക്കും. അതേസമയം മറ്റേത് വരുമാനത്തെയും പോലെ തന്നെ ലോട്ടറി സമ്മാനം നേടുന്നവരും ആദായ നികുതി നൽകേണ്ടതുണ്ട്. ലോട്ടറി വിജയികളിൽ നിന്ന് 30% നിരക്കിൽ നികുതി സെക്ഷൻ 115BB പ്രകാരം ഈടാക്കുന്നുണ്ട്. ലോട്ടറി വിജയികളിൽ നിന്ന് കേരള സർക്കാർ അധിക നികുതിയൊന്നും ഈടാക്കുന്നില്ലെന്നും കേന്ദ്ര സർക്കാരിന്റെ ആദായ നികുതിയിൽ ഉൾപ്പെടുത്തിയാണ് നികുതി വാങ്ങുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. 1961 IT നിയമത്തിലെ സെക്ഷൻ 56 പ്രകാരം മറ്റ് സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം എന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ ലോട്ടറി വിജയങ്ങളിൽ നിന്ന് നികുതി ഈടാക്കുന്നത്. അതേസമയം മൺസൂൺ ബമ്പറിന്റെ 10 കോടി രൂപയാണ് സമ്മാനമായി ഭാഗ്യശാലിക്ക് ലഭിക്കുന്നതെങ്കിലും അത്രയും തുക അക്കൗണ്ടിലേക്ക് എത്തില്ല എന്ന് പ്രത്യേകം ഓർക്കണം. മൺസൂൺ ബമ്പറിന്റെ 10 കോടി രൂപയ്ക്ക് സമ്മാനമായി ലഭിക്കുമ്പോൾ 2 നികുതികളും ചേർത്ത് 3,58,80,000 രൂപയാണ് സമ്മാനത്തിൽ നിന്ന് പോകുന്നത്. 6,41 ലക്ഷം രൂപയാണ് ഇതിനുശേഷം ബാക്കിയുണ്ടാകുന്നത്. എന്നാൽ സമ്മാനത്തുകയുടെ 10% ഏജന്റ് കമ്മീഷനായി നൽകണം. അതായത് 10 കോടിയുടെ 10% എന്ന് പറയുമ്പോൾ 1 കോടി രൂപ. ഇതും പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് 5,41 ലക്ഷം രൂപയാണ്. 10 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർ നൽകേണ്ട സർചാർജായ 10%, അതായത് 1 കോടിക്കടുത്തും നിങ്ങൾ കേന്ദ്ര സർക്കാരിന് നൽകേണ്ടതാണ്. ഇതിനെല്ലാം ശേഷം 6,19,20,000 രൂപയായിരിക്കും വിജയിയുടെ അക്കൗണ്ടിൽ എത്തുന്നത്. 10 കോടി രൂപ ഒന്നാം സമ്മാനവുമായി എത്തിയ മൺസൂൺ ബമ്പറിന് 250 രൂപയാണ് വില. 250 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത ഒട്ടനവധി സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.